ഒരു അടാറ് ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ അല്ല, നമ്മളെ ലോകമാണ് ഇനി. ആരല്ലയാ രാജ രവിവർമ്മ ആളല്ലേ അടുത്ത ആള്, കൊച്ചച്ഛൻ്റെ വലിയച്ഛൻ്റെ മോൻ. ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ട് പൊള്ളിച്ച് കൈ പഴം ഞാൻ എടുത്തു. നമ്മളവിടെ നിന്ന് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു കാറിൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ്. 369. ഇതാരെയെന്നറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ. ഹേ മച്ചാമരെ, ഗുഡ് ഈവനിങ്. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം തമ്പാനൂരുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാണല്ലേ, നമ്മൾ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ്. അതാണ്ട ഇന്ന് അങ്ങനെ ഒരു ദിവസം വന്നെത്തിയേക്കാണ്. കൂടെ നിൽക്കുന്നത് നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകണമെന്ന് അവന്മാർ പറയും. അവന്മാരെ ആഗ്രഹങ്ങൾ കൂടിയാണ് ഈ ഒരു ട്രിപ്പ്. എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഈ ഒരു യാത്ര? എത്ര ആളെയാ? ഒരു 5 കൊല്ലമെങ്കിലും ആയി കാണും. മനസ്സിലുള്ള പക്ഷേ ഇപ്പോഴാണ് എല്ലാവരും നാട്ടിലുള്ളതും അതിനുള്ള സാഹചര്യം ഒന്നിച്ച് കിട്ടി. എന്നാലും എല്ലാവരും ഇല്ല. നമ്മുടെ സൻസാദ് നമ്മുടെ വീഡിയോയിൽ 2ാമത്തെ പ്രാവശ്യമാണ്. അവൻ വരുന്നത് മാത്രമേ നമ്മുടെ വീഡിയോയിലുള്ളായിരുന്നു. ഇന്ന് നമ്മൾ ഒരു അടാറ് ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ അല്ല, നമ്മളെ ലോകമാണ് ഇനി. നമ്മളിനി ഇവിടെ നിൽക്കുന്നത്, നമ്മൾ ട്രെയിനായിരുന്നു ബുക്ക് ചെയ്യാൻ നിന്നത്, പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരൊക്കെയാണ് നേരെ പോകുന്നത്. അതും ബസ്സിലാണ്. ബസ് 7:15 വരുന്നത്. അപ്പം അത് കാത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 3:40 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്നൊരു ബസ്സിൽ കയറി നേരെ നിലമ ഇറങ്ങി. നിലമേന്ന് ഒരു KSRTC കയറി നേരെ തമ്പാനൂരെത്തി. ഇപ്പോൾ എന്തായാലും നമ്മൾ തമ്പാനൂരാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബസ്സിനാണ്. അപ്പോൾ എന്തായാലും ബസ് വന്നതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് കൂടെ കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞേട്ടാ. സിറ്റി എയർ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ വണ്ടി വരുന്നത്. നമ്മളിവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടി ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ. അത് നോക്കുന്നു, ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞേട്ടാ. അതിൻ്റെ അത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബസ് എവിടെ എത്തിയെന്നും ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. കണ്ടക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെവിടെ എത്തിയെന്നും നമ്മുടെ ഇന്ന സ്ഥലത്താണ് വരാനുള്ളതും എന്നും ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളിവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മുടെ ബസ് വരട്ടെ, അതിന് വേണ്ടി കട്ട പോസ്റ്റ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7:20 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ ഇത്. ACLS. ഇതിലാണ് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് പോകുന്ന ബസ്. അപ്പോൾ എങ്ങനെയാ, ഫുൾ ഓൺ ഫുൾ പവർ അല്ലേ? ഫുൾ ഓൺ ഫുൾ പവർ. ഉറങ്ങി എണീക്കുന്നത് നേരെ ബാംഗ്ലൂർ. സൻസാദേ എങ്ങനെയാ, ഫുൾ ഓൺ ഫുൾ പവർ അല്ലേ? തൽക്കാലം എടുക്കാനാണ് പുള്ളി പറയുന്നത്. ഫ്ലൈറ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ്സാണ് കേട്ടോ. ലഗേജ് വെക്കാനുള്ള ടൈമായി. ലഗേജ് വെക്കാം. പുള്ളിക്കാരൻ നമുക്കൊരു ഹാപ്പി ജേണി തന്നു. പിന്നെ നമ്മുടെ ബാഗേജ് വയ്ക്കുക, അതാണ് അടുത്ത. ഹായ്. പുള്ളിക്കാരൻ നമുക്കൊരു കുപ്പി വെള്ളം തന്നു കേട്ടാ. സീറ്റ് 9-8 14-15. ചെറുക്കൻ കയറി ഓൾ സെറ്റ്. അവന്മാർ വാഷ്റൂം തേടി പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഉറക്കം. കൊള്ളാം കേട്ടാ, ബസ്സൊക്കെ കിട്ടില്ല. ഒരു വാൽമാക്കറി കയറുന്നേ ഉള്ളു. അയ്യോ. അപ്പം യവന്മാർ ഇങ്ങേ സൈഡിലാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ, ഇവന്മാർ U14 U15, ഞങ്ങൾ U9-8. അപ്പം ബൈ ബൈ, കിടന്നുറങ്ങിക്കോ. നാളെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇടയ്ക്ക് ഇറങ്ങാം. ഓക്കെ, ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തുന്നെങ്കിൽ അവിടെ വെച്ചാണ്. അതുവഴി നടക്കട്ടെ കേട്ടോ, നമുക്ക് ഉറങ്ങണം. ഓക്കെ, അപ്പം ഇനി ഇടയ്ക്ക് വെച്ചാണ്. അതിന് നീണ്ട ചെറിയൊരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ എവിടെ എത്തി? എവിടെടാ? നാഗർകോവിലാ? എവിടെയാ? ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട്. 20 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കുക, തിരിച്ചു കയറുക. ബസ്സിലൊന്നും വലുതായിട്ട് നമ്മൾ യാത്ര ചെയ്യാത്തതുകൊണ്ട് ആകെ തലക്കൊരു പെരുപ്പും ബഹളമൊക്കെ തന്നെ. മാലിക എവിടെടാ? അവൻ ഫുഡ് എടുക്കാൻ വേണ്ടി കയറിയാന്തോ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ പൊതിയിൽ ചോറും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതാണിപ്പം അവരുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ അത് കഴിക്കണം.
എന്നിട്ട് വീണ്ടും പോയി കിടന്ന് ഉറങ്ങുക. അതാണ് അടുത്ത ലക്ഷ്യം. ഇനിയും ഏതാണ്ട് ഒരു 9 മണിക്കൂർ അങ്ങാണ്ട് ഇനിയും നമ്മൾ ബസ്സിൽ തന്നെയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈം കഴിഞ്ഞ് വണ്ടി എടുക്കാനാട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നോക്കട്ടെ, ചിലപ്പോൾ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ നേരെ രാവിലെ ബാംഗ്ലൂർ. അപ്പോൾ എന്തായാലും അതുമായിട്ട് പിന്നെ കാണാം. അങ്ങനെ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞു. ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് എവിടെയാണെന്ന് അറിയില്ലേ, പബ്ലിക് ടോയ്ലറ്റ്. ആദ്യം അതായിരുന്നു നമ്മൾ തേടി നടന്നത്. ബസ് കൊണ്ട് നിർത്തി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വെളിയിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകാനുള്ളത്? നമ്മൾ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, കാപ്പ് കുടിക്കണം, ചായ കുടിക്കണം. എന്നിട്ട് ഇവിടുന്ന് വൈകിട്ടാണ് ട്രെയിൻ വൈകിട്ടാണ്. നേരെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവാം. എൻ്റെ പൊന്നലിച്ച് കിടന്നില്ലെങ്കിൽ ഓടയ്ക്കകത്ത് വീഴും കേട്ടോ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ 2.5 കിലോമീറ്റർ ഉണ്ടെന്ന്. ഒരു ഓട്ടോ ചേട്ടൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് എത്ര രൂപയെന്നാ? 200 രൂപ വേണമെന്ന് 2.5 കിലോമീറ്റർ പോകാൻ. അവസാനം അവൻ പറഞ്ഞ് 150 രൂപയാക്കി. എന്നിട്ട് നമ്മൾ അതിന് വഴങ്ങിയില്ല, നടക്കുകയാണ്. 2.5 കിലോമീറ്ററിന് നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തുക. അവിടെ നിന്ന് അടുത്തുനിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. അതാണ് അടുത്ത ലക്ഷ്യം. ആ, ഒരു ചേട്ടൻ പ്രതിമ ദൂ പോണ്. അതാരല്ലയാ? രാജ രവിവർമ്മയുടെ ആളല്ലേ? അടുത്ത ആള് കൊച്ചച്ഛൻ്റെ വലിയച്ഛൻ്റെ മോൻ. അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിംഗ് ഒന്നും നമ്മൾ കാണുന്നില്ല ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴത്തേക്കും ബസ് കിട്ടിയിട്ടാ. ബസ് 4 പേർക്കും കൂടെ 60 രൂപ. അപ്പം എന്തായാലും ബസ്സിൽ കയറി കഴിഞ്ഞു. നിൽക്കുന്നു, ബാക്കി എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. ഇതായിരിക്കണം നൗഫലായിരിക്കണം, മാലികതും ഇരിക്കണം. ഡെയിലി വേണമെങ്കിലോ വീക്കിലി വേണമെങ്കിലോ മന്ത്ലി വേണമെങ്കിലും നമുക്ക് പേ ചെയ്തിട്ട് ഈ ഒരു ആപ്പാണെന്ന് തോന്നുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാമായിരിക്കും. നമ്മുടെ ഇവിടെ ഉണ്ടോ? കാണുമായിരുന്നു തോന്നുന്നല്ലേ? സെറ്റ്. ആ പുള്ളിക്കാരൻ്റെ കയ്യിരിക്കുന്ന മിഷൻ കണ്ട, നമ്മൾ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് കാണിച്ചാലും മതി. ആ മറ്റേ അതാണ് ആ മെഷീൻ. നമ്മളവിടെ നിന്ന് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു കാറിൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ്. 369. ഇതാരെയെന്നറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ. ഈ വണ്ടിയല്ല, ഈ നമ്പറിലുള്ളത് കേട്ടോ. വീണ്ടും നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ അടുത്തെവിടെയോ എത്തി എന്ന് തോന്നുന്നു. നീങ്ങാത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല, നടക്കാതെ ഞാൻ കയറി. വർക്കാവുന്നത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ബുക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇതേപോലെ ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്യുക. നമ്മൾ എത്ര പേരുണ്ടെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽ, ആധാർ നമ്പർ, ബാക്കിയുള്ള എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ട് അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ കിട്ടും കേട്ടോ. എന്തരായി? സ്റ്റേഷൻ ടൈമാ അടുത്തവനറിയാം. അതാ പുള്ളിക്കാരൊക്കെ അറിയാമായിരിക്കുമല്ലോ. അടുത്തേക്ക് നേരെ എഴുതുന്നത് നോക്കടാ. മാലിക്കും നൗഫലും അവിടെ ഉണ്ട്. അമ്മമാരോടെ ഫില്ല് ചെയ്യുന്നു. ഞാൻ ബേഗുകൾക്ക് കാവലായി ഇവിടെ ഉണ്ട്. മാലിക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. രണ്ടാമത് ടിക്കറ്റ് കിട്ടോ ഇല്ലേ എന്നറിയില്ല. ആകെ സൂചി മുനയിലാണ്. ഫോൺ നോക്കിക്കൊണ്ടിരിക്കണം. എന്തരാണോ കിട്ടിയില്ലേ? താഴെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഉളത്തി കിടക്കും. ഇതൊരു നല്ലൊരു തുടക്കമാണ്. അത് മൊണ്ടിയാവോന്നറിയില്ല, നോക്ക്. നമ്മൾ ടിക്കറ്റ് കിട്ടാതെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ കണ്ടേട്ടാ. അപ്പോൾ ആ പുള്ളിക്കാരെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവരുടെ ഓഫീസുണ്ട്, അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. തൊട്ടടുത്ത് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇവർ പൂനെ വരെയുള്ള ടിക്കറ്റ് എടുത്ത് തരാം. ഒരു നൈറ്റ് നമ്മൾ ഇത് ചെയ്യണം. എന്തായാലും ടിക്കറ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അവരെന്തായാലും ചെക്ക് ചെയ്യണം. നടക്കൂലേ? ഓ, ഇവിടെ നിന്നും നമ്മൾ പരാജയപ്പെട്ട് തിരിച്ചിറങ്ങി ഗൈസ്. അങ്ങനെ നമ്മളൊരു ഓട്ടോയ്ക്കകത്ത് കയറി റൂം ചെറിയ റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു പുള്ളിക്കാരെ എടുത്തോണ്ട് പോവുകയാണ്. എന്തിനാവുന്ന പടത്തോനെ അറിയാവൂ. നൗഫല്, സൻസാദ്, മാലിക്,
പേഴ്സ് ഫോണെല്ലാം ഉണ്ടല്ലോ. ಹೆಸರೇನು ಅಣ್ಣ? ಹೆಸರೇನು? പ്രകാശ്. ಪ್ರಕಾಶ್. അല്ല പ്രകാശൻ നമ്മളെ കൊണ്ട് പോകണം. എന്നാ വേണം ഇങ്ങ? ಟ್ರೈನ್ 720 ಟ್ರೈನ್ 6:30 മണിക്ക് കാലി പണ്ട് ട്രെയിൻ. 5 മണിക്ക് വന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റാ? ജനറൽ ടിക്കറ്റ്. 5 മണിക്ക് കേട്ടதுக்கு ஒரு 5:30 மணிக்கு போ. ஏன்னா 40 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുക്കണം. പുള്ളിക്കാരെ ഇവിടെ എല്ലാം കൊണ്ടു കിടന്ന് നോക്കിയാണ് റൂമുണ്ടോ അത് നടക്കൂല. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോകാം. നാളിന് ഒരു ഓട്ടോ കിട്ടി 40 രൂപ കൊടുക്കണം. അത് അവിടെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇതെല്ലാം കാണിച്ചു. ആ ഇന്ത്യക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് റൂം എടുക്കാന്ന് സെറ്റ് ആക്കിയിട്ട് നടന്നു വന്ന് ആട്ടോ കയറി. അത് 900 രൂപയ്ക്ക് റൂം ഇട്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഉമ്മാനെ വിളിച്ചോണ്ട് വന്നിട്ട് 40 രൂപ വണ്ടിക്കൂലിയും കൊടുത്തു. ഇനി തിരിച്ചു പോകാൻ വേണ്ടി 60 രൂപ വീണ്ടും കൊടുക്കണം ആട്ടോക്ക്. അപ്പോഴും ചിന്തിക്കാത്ത എന്താണ് എല്ലാം തലയിൽ കുളിക്കാൻ കയറി. അങ്ങനെ പുള്ളിക്കാരൻ നമ്മളെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുണ്ടാക്കി കേട്ടോ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പം എങ്ങനെ ഇരിക്കണ്? എപ്പടി സുഖം കിട്ടി, അയാൾക്ക് പുണ്യം കിട്ടിയടാ. അണ്ണ സന്തോഷമായ അണ്ണ സന്തോഷം, ഹാപ്പിയല്ലേ? അണ്ണ ഹാപ്പിയാണ്, എങ്ക അണ്ണ ഹാപ്പിയാണ്. ഓപ്പണായി. അത് ആദ്യം കയറ്റി നമ്മൾ സാധനങ്ങൾ കുറച്ച് നേരത്തേക്ക് വെക്കാൻ വേണ്ടി ലോക്കർ എടുത്തേട്ടാ. കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് പോകണം. ബെസ്റ്റും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് വെയ്. ആദ്യം തുറന്ന് അപ്പോഴേ അടച്ച്. എൻ്റെ പൊന്നു 6 മണിക്കൂറത്തേക്കാണ്. 6 മണിക്കൂറത്തേക്ക് 80 രൂപ. നമ്മൾ ലാർജാണ് എടുത്തേക്കുന്നത്, എക്സ്ട്രാ ലാർജ് അല്ല കേട്ടോ. എക്സ്ട്രാ ലാർജ് ഇല്ല. ഒരെണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം വെക്കാം. താഴെ ഉണ്ട് 30 ടൈമില്ല. 6 മണിക്കൂർ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കണം. 2 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. ലോക്കർ ഇപ്പോൾ തുറക്കും. ഏതാണ്? 30. ഇതാണ് നമ്മുടെ ലോക്കർ. ഓ ചെയ്യാൻ അതല്ലേ നമ്മളിപ്പോൾ അത് ചെയ്തത്. പാഴ്സൽ പിക്കപ്പ് ചെയ്യാം. നോക്കാം, അതൊരു ചായ കുടിക്കാം. എന്താണ് നീ ആലോചിക്കണം? വാ പോവാം. ഇത്രയും വലിയ ഗ്ലാസ്സിൽ ചായ കുടിക്കണം ആദ്യമായിട്ട്. കൈയൊക്കെ തുള്ളുമ്പോൾ ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ട് പൊള്ളിച്ച് കൈ ഊതി കളിക്കണം. ഒരു ഫോട്ടോ എടുത്തെടുക്കണം. കുടിക്കാമെന്ന് കഴിഞ്ഞാൽ ഇലയൊക്കെ വീഴും കേട്ടോ. എൻ്റെ എന്തായാലും കഴിഞ്ഞു. ആണ് പുള്ളിക്കാരൻ പറയണ 4 പൂരി കറി 50 രൂപ. ഇതാണെങ്കിൽ 3 പൂരി 1 ബോണ്ട, ദോശ 40 രൂപ. ലവ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഓ ഫോണടി ബഹളം തന്നെ. ഓരോന്ന് ചുരുട്ടി പിടിക്കാനേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കുന്നത്. കാര്യമായിട്ട് കഴിച്ചോ, ഇനി അങ്ങോട്ട് കാര്യമായിട്ട് കഴിക്കാൻ കിട്ടൂല. ഉള്ള ഗ്യാസുള്ള എല്ലാ സാമാനും കഴിക്കാൻ. ഞാൻ ഇന്നലെ ഫുള്ള് പള്ളിയിലായിരുന്നു. ഇത് കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ നമ്മൾ ലോക്കർ റൂമിൽ നമ്മുടെ സാധനങ്ങൾ വെച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പം ഇതുവഴി അങ്ങനെ നടക്കുകയാണ്. ഇനി കുറച്ച് നേരം ഇത് തന്നെ പരിപാടി. വൈകുന്നേരം 5 മണിക്കാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സമയം. അതുവരെയും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കാണുന്ന കാഴ്ചകളായിട്ട് നമ്മൾ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവും. ഗോലി സോഡ 3 മിക്സാണ്. അടുത്തൊക്കെ കുറച്ച് ഡ്രസ്സും അതും ഇതൊക്കെ വാങ്ങുന്ന കടകളുണ്ട്. നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച അതേപോലത്തെ ഒരു കട.
പഴങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 30 രൂപ. ഓ, അവൻ തീറ്റീന്ന് തുടങ്ങി. എടാ 3 എത്ര എണ്ണം വേണം? കൊള്ളാന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു, കഴിക്കാം. പഴം ഞാൻ എടുത്തു, പപ്പയ്ക്ക ഞാൻ എടുത്തു അല്ലേ? അതല്ലേ നിന്റെ ആയിരിക്കണ? ആപ്പിൾ എനിക്കറിയാതൊന്നും. എനിക്ക് ആപ്പിൾ കിട്ടാത്തതിന് വിഷമം കേട്ടോ. ഇതല്ലേ അമ്മക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ലാൽബാഗ് എന്താണ് ഗാർഡൻ, ബൊട്ടാണിക്കൽ അത് തന്നെ, ബൊട്ടാണിക്കൽ ഗാർഡൻ പോലൊരു ഗാർഡൻ. അപ്പം ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് 50 രൂപ, കുട്ടികളാണെങ്കിൽ 20 രൂപ, അങ്ങനെ 200 രൂപ ഡമാർ. അപ്പോൾ എന്തായാലും നമ്മളിനി അകത്തേക്ക് പോകുന്നു. അതാണ് ഇനി അടുത്ത പരിപാടി. ഒരേ അവസ്ഥ, 20 രൂപ എടുത്ത് വെള്ളം വാങ്ങി ഇതിനകത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ഇൻട്രോ എടുക്കാനാ? ആ പറ. കയറി വരാനേ ഉള്ള. ഇപ്പം കയറി വന്നപ്പോൾ ബാഗ് എല്ലാം പരിശോധിച്ച് ബാഗിൻ്റെ അകത്തിരുന്ന സ്പീക്കർ, വെള്ളം, കാര്യങ്ങളെല്ലാം അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. സ്പീക്കറൊക്കെ തിരിച്ചിറങ്ങുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മോക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡല്ല. അങ്ങനെയുള്ള എന്ത് കൊണ്ടുവന്നാലും അവരവിടെ പിടിച്ചു വയ്ക്കും. നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങണ്ടായിരുന്നു കേട്ടോ. അത്ര കഷ്ടപ്പെട്ട് കുടിച്ച് കയറാനായിട്ടുണ്ടെങ്കിൽ ഇത് അകത്തല്ല വെള്ളം ഉണ്ടായിരുന്നു. ദൂണ്ടാ ഡാ, നിൻ്റെ സമയം ശരിയാണോ? ശരിയാണോ അത് അതിൽ നോക്കിയാൽ മനസ്സിലാവും. തറയിലൊരു വാറ്റിടങ്ങുന്നു. ആ, അതാണ് നമ്മുടെ ഗൈഡാണ് മുമ്പേ പോകുന്ന ഈ മഞ്ഞ ബന്നിട്ടേക്കുന്ന സർ. അതിപ്പോൾ 3-4 പ്രാവശ്യം കാണുന്നുണ്ട് നമ്മൾ വന്ന വഴിക്കല്ല. നമ്മൾ വന്നിറങ്ങി അവിടെ മിക്കവാറും അതന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് നടന്ന് എവിടെയൊക്കെ എത്തി. ഫോട്ടോ എടുപ്പാണ് ജാഗ്രതയായിട്ട് നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇവിടെ വലുതായിട്ട് കാണാനായിട്ടൊന്നും കണ്ടില്ല. കാണുമായിരിക്കും, നമ്മളത് പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ജസ്റ്റ് കുറച്ച് സമയമുണ്ട്, അത് എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യുക എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇതുവരെയായിട്ട് നേരെ ഫോട്ടോ എടുപ്പ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളവിടെ നടന്നൊരു ചെറിയൊരു ലേക്ക് പോലുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ട് വെയിലെന്ന് വെച്ചാൽ അമ്മാതിരി വെയിൽ, കറക്റ്റ് ക്ലിയർ ആവുന്നില്ല. കൊള്ളാം. അപ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ ലാൽബാഗ് ഗാർഡൻ്റെ അകത്ത്, ആ ലേക്കിനടുത്താണ് നിൽക്കുന്നത്. നമ്മളിനി ഇവിടുന്ന് നേരെ ഇറങ്ങി എന്താണ് മെട്രോയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ, അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തുക. മജിസ്റ്റിക് ഏതോ ആവട്ടെ, എന്തായാലും നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക, അവിടുന്ന് ടിക്കറ്റ് കൺഫേം ആക്കുക. അതാണ് അടുത്ത ചടങ്ങ്. പിന്നെയാണ് യഥാർത്ഥ, അതാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. അത് കൺഫേം ആവുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. കൺഫേം ആയില്ലെങ്കിൽ അഴുവും. എന്താണ് സ്ഥിതി ഒന്നും അറിയത്തില്ല. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ദുരന്ത യാത്ര തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അനുഭവിച്ചിട്ടില്ല. അതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെ നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.